വെൽക്കം ടു 7 Day Miracle ചാനൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു പുതിയ വീട്, മികച്ച കരിയർ, സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നിങ്ങൾ എക്കാലവും ആഗ്രഹിച്ച ബന്ധങ്ങൾ, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് മാനിഫെസ്റ്റേഷൻ? ഇത് പ്രപഞ്ചത്തിലെ ഊർജത്തെ നമ്മുടെ ചിന്തകളുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഊർജത്താൽ നിർമ്മിതമാണ് എന്നാണ്. നിങ്ങളുടെ എല്ലാ ചിന്തകൾക്കും ഒരു പ്രത്യേകതരം ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഇതിൽ 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഉള്ളത്. 1. വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കുക. ആളുകൾ മാനിഫെസ്റ്റേഷനിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അവർക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതാണ്. എനിക്ക് കൂടുതൽ പണം വേണം, എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് പറയുന്നത് വളരെ കോമൺ ആയ കാര്യങ്ങളാണ്. പ്രപഞ്ചത്തിന് കൃത്യമായ മെസ്സേജുകൾ നൽകണം. നമ്മൾ എന്തിനാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങും. ഒരു പേപ്പർ എടുക്കുക, അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം പ്രസന്റ് ടെൻസിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. ഇത് രാവിലെയും രാത്രിയും വായിക്കുക. 2ാം ഘട്ടം വൈകാരികമായ ഒത്തുചേരൽ. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ ആ വികാരം ഇപ്പോൾ തന്നെ അനുഭവിക്കുക എന്നതാണ് പ്രധാനം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ബ്രെയിനേക്കാൾ ശക്തമായ ഒരു വൈദ്യുത കാന്തിക മണ്ഡലമുണ്ട്. ബ്രെയിനും നമ്മുടെ ഹാർട്ടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നിങ്ങൾ സന്തോഷവും നന്ദിയും അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ പോലെയുള്ള നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ എനർജി ലെവൽസിനെ ഉയർത്തും. നിങ്ങൾക്ക് ഭയവും സങ്കടവും തോന്നുമ്പോൾ ഇതിന് വിപരീതമായ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുകയും ചെയ്യുക. നിങ്ങളൊരു പുതിയ വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായി സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിക്കൂ. 3ാം ഘട്ടം ന്യൂറോപ്ലാസ്റ്റിസിറ്റി. മിക്ക ആളുകളും അവരുടെ പഴയ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ മടിക്കുന്നു. എനിക്കിതിന് കഴിയില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാ എന്ന ചിന്തകൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനെ തടയും. ഇവിടെ സയൻസ് നമുക്ക് നൽകുന്ന വലിയൊരു അറിവുണ്ട്. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മുടെ ബ്രെയിന് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കാനും പഴയവ മാറ്റാനുമുള്ള കഴിവുണ്ട്. ഒരു ശീലം അല്ലെങ്കിൽ ചിന്ത ആവർത്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ന്യൂറൽ പാതകൾ കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ പുതിയ കാര്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസിറ്റീവായ ചിന്തകളെ ദിവസവും ഉറക്കെ പറയുക. അതായത് ഞാൻ ശക്തനാണ്, ഞാൻ വിജയിക്കാൻ അർഹനാണ് എന്ന് സ്വയം പറയൂ. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റിയെടുക്കും. 4ാം ഘട്ടം വിഷ്വലൈസേഷൻ. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റ് നേരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായതായി കണ്ണുകളടച്ച് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിനിലെ മോട്ടോർ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കും. അത്യാധുനിക ന്യൂറോ സയൻസ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുന്നതും അത് സങ്കല്പിക്കുന്നതും നമ്മുടെ ബ്രെയിന് ഒരേപോലെയാണെന്ന്. അതുപോലെ തന്നെ പ്രധാനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രതീക്ഷയോടും നന്ദിയോടെയും ജീവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. സോ നിങ്ങൾക്കുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് നിങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം വിട്ടുകൊടുക്കലും പ്രവൃത്തിയും. നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നത്, അതായത് ഓവർ അറ്റാച്ച്മെന്റ്, മാനിഫെസ്റ്റേഷന് തടയും. നിങ്ങൾ എന്തിനെങ്കിലും അമിതമായി മുറുകെ പിടിക്കുമ്പോൾ അത് ലഭിക്കില്ലെന്ന ഭയം അവിടെ ഉടലെടുക്കും. പകരം ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. എന്നാൽ വെറുതെ എന്നാൽ മാത്രം മതിയോ? അല്ല, പ്രവൃത്തിയാണ് പ്രധാനം. മാനിഫെസ്റ്റേഷൻ എന്നത് പ്രവൃത്തിയെ മാറ്റി സ്ഥാപിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഹാർഡ് വർക്കിന് ശരിയായ ദിശ നൽകുന്ന ഒന്നാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നയിക്കുന്ന ചെറിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഫ്ലോ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുക. അതായത് നിങ്ങളുടെ മനസ്സ് സമ്മർദ്ദമില്ലാതെ പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോൾ അത് വേഗത്തിൽ ഫലം കാണും. മാനിഫെസ്റ്റേഷൻ എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതമേ അല്ല, ഇതൊരു ജീവിത രീതിയാണ്. ഈ ഘട്ടങ്ങൾ ഒന്നുകൂടി ഓർക്കൂ. 1. വ്യക്തത. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി എഴുതുക. 2. ഇമോഷൻ. ആ ലക്ഷ്യം നേടിയതുപോലെ സന്തോഷം അനുഭവിക്കുക. 3. വിശ്വാസം. പുതിയ ചിന്തകളിലൂടെ നമ്മുടെ ബ്രെയിനിനെ മാറ്റുക. 4. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഉള്ളതിന് നന്ദി പറയുക. 5. ആക്ഷൻ. ശരിയായ ദിശയിൽ പ്രവർത്തിക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? എന്താ ചിലരുടെ മാനിഫെസ്റ്റേഷനുകൾ ഫലം കാണാത്തത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്ര ആരംഭിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക.
കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് മിറക്കിൾസ് റൈറ്റ് നൗ.